തിരുവനന്തപുരം പോത്തങ്കോട് ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം. കരൂർ ജംഗ്ഷന് സമീപത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത്. അതായത് പോത്തങ്കോട് നിന്ന് നമ്മുടെ മംഗലപുരം പോകുന്ന ആ റോഡ് 1 കിലോമീറ്റർ വരുമ്പോൾ കരൂർ ജംഗ്ഷൻ വരും. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഏകദേശം 400 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി. ആ റോഡ് കുറച്ചൊന്ന് വന്നിട്ട് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്ക് എത്താം. നമുക്കിത് ശരിക്കും 5 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റ് വരുന്ന 2 നില വീടാണ്. നമുക്കിവിടെ നിന്ന് കാഴ്ചയിൽ 1 നിലയേ ഉള്ളൂ. അടുത്തൊരു നില നമുക്കിതിന് താഴേക്കാണ്. അതിലേക്ക് ആക്സസ് വന്നിട്ട് ഈ പ്രോപ്പർട്ടിയുടെ സൈഡിലൂടെ ഉള്ളൊരു വഴിയുണ്ടോ, ഇതുവഴി ഇങ്ങനെ താഴോട്ടിറങ്ങുമ്പോൾ അതുവഴി നമ്മുടെ താഴത്തെ നിലയിലേക്ക് കയറാം. വീട്ടിനകത്തുകൂടെയും താഴത്തെ നിലയിലേക്ക് ആക്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുൻവശത്ത് നോക്കുകയാണെങ്കിൽ ഒരു 2 വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് കിട്ടും. ഈ രീതിയിലാണ് നമ്മുടെ ഫ്രണ്ടേജ് വരുന്നത്. ചെറിയൊരു ഗാർഡനിങ്ങിനുള്ള പ്രൊവിഷൻ എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. നമുക്ക് ഈ വാതിലൊക്കെ വരുന്നത് 2 പാളികളിലായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു നിലയിലേക്ക് കയറി വരുമ്പോൾ ഇത് നമ്മുടെ ലിവിങ് സ്പേസ്. ഇവിടെ ആയിട്ട് TV യൂണിറ്റ് എല്ലാം സെറ്റ് ചെയ്യാം. ഇവിടെ ഒരു പാർട്ടിഷൻ കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് ഡൈനിങ് ഏരിയ വരും. കിച്ചൺ വരുന്നത് മോഡുലാർ കിച്ചൺ എല്ലാം നീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ്. ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസുകൾ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫ്ലോറിൽ 2 ബെഡ്റൂംസ് വരുന്നുണ്ട്. 2ഉം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂംസാണ്. എല്ലാ ബെഡ്റൂംസിലും നമുക്കിതാ ഈ കാണുന്ന പോലെ നല്ല നീറ്റായിട്ടുള്ള വലിയ വലിയ കബോർഡുകൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ അടക്കം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് വരുന്നത് സാനിറ്ററി വെയർസ് ഒക്കെ സെറയും, അതുപോലെ തന്നെ പൈപ്പ് ഫിറ്റിങ്സ് ഡൈവേർട്ടർ എല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം വരും. ഇതിലായാലും നമുക്ക് ഒത്തിരിയധികം കബോർഡുകൾ വെച്ചിരിക്കുന്നതായിട്ട് കാണാം. ഈ കാണുന്ന പോലെ സീലിങ്ങിലെല്ലാം തന്നെ പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ നേരത്തെ പറഞ്ഞ സിമിലർ ഫിറ്റിങ്സ് തന്നെയാണ്. ഇനി ഇത് പോകെ നമുക്ക് ഈ ഒരു ഫ്ലോറിൽ നിന്ന് താഴേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ സ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മേളിലേക്ക് ഒരു ടവർ റൂമും കെട്ടി ഇറത്തിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു നിലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഈ രീതിയിൽ നമുക്ക് ഇറങ്ങി വരാം. അല്ലാണ്ട് ഈ ഒരു ഫ്ലോറിലേക്ക് ഈ കാണുന്നത് പോലെ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ സൈഡിലൂടെ റോഡ് കണ്ടോ, ആ റോഡിൽ നിന്നും ആക്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നില നമുക്ക് സെപ്പറേറ്റ് ഒരു യൂണിറ്റ് ആക്കി വാടകയ്ക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഇവിടെ ഒരു കോമൺ സ്പേസ് വരും. ഇവിടെ ആയിട്ട് TV യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്യാം. കിച്ചണിൻ്റെ നമുക്ക് ടൈൽ വർക്കുകളെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതൊരു കിച്ചൺ ആക്കണമെന്നുണ്ടെങ്കിൽ മോഡലാ കിച്ചണിൻ്റെ വർക്ക് കൂടെ ചെയ്താൽ മതി. ഇനി അതല്ല നമുക്കിതിനൊരു ബെഡ്റൂം ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷനും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ഒരു ബാക്ക് യാർഡ് കിട്ടും. കണ്ടോ, ഇവിടെ ചെറിയതായിട്ട് ചെടിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം, തുണി നനയ്ക്കാനുള്ള കല്ലും അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഈ ഭാഗത്തായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ ആയിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂം ഉണ്ട്. അല്ലാണ്ട് കുറച്ചുകൂടെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ഉണ്ട്. അതുകൂടെ കാണിച്ചു തരേ. ഈ റൂം നോക്കി, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമാണ്. എങ്ങനെയാ വെച്ചാൽ ഇവിടെ ഒരു പാർട്ടിഷൻ ചെയ്ത് നമുക്ക് ഡ്രസ്സിങ് ഏരിയ, ബാത്റൂം ആ രീതിയിലാണ് ഈ ഒരു ഭാഗത്ത് സജ്ജീകരിച്ചിട്ടുള്ളത്. ഡ്രസ്സിങ് ഏരിയ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ബാത്റൂം എല്ലാം നമുക്ക് നേരത്തെ പറഞ്ഞ സിമിലർ ഫിറ്റിങ്സ് ആണ് കേട്ടോ. സെറയും ജാഗ്വാറും തുടങ്ങിയ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ഇവിടെ നോക്കിയ ഒരു 4 പാളിയിലെ കബോർഡ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാവുന്ന രീതിയിൽ ഒരു സെറ്റപ്പ്. ഇവിടെ ഒരു വർക്ക് ടേബിൾ അല്ലെങ്കിൽ സ്റ്റഡി ടേബിൾ ആയിട്ട് ഉപയോഗിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ കട്ടിലൊക്കെ ഇടാണെങ്കിൽ പിള്ളേർക്കൊക്കെ ഇവിടെ ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചാൽ നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില 80 ലക്ഷം രൂപയാണ്. നമ്മുടെ പോത്തങ്കോട് ജംഗ്ഷനിൽ നിന്ന് 1.4 കിലോമീറ്റേഴ്സ് മാത്രം മാറി കരൂർ ജംഗ്ഷൻ സമീപത്തായിട്ട്, അതായത് നമ്മുടെ ആ ഒരു മെയിൻ റോഡിൽ നിന്നും വളരെയേറെ അടുത്തായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടി. നല്ല രീതിയിലുള്ള റോഡ് ആക്സസും ഉണ്ട്. ഉദ്ദേശിക്കുന്ന വില 80 ലക്ഷം രൂപയാണ്. നിങ്ങൾക്ക് എടുത്ത് 2 പാർട്ടിക്ക്, ഒരു പാർട്ടിക്ക് വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിലും കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് മേളിൽ താമസിക്കാം. ആ രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന പ്രോപ്പർട്ടി. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചു.